തെന്നിന്ത്യൻ ലേഡി സൂപ്പർ സ്റ്റാർ അനുഷ്കയെ കേന്ദ്ര കഥാപാത്രമാക്കി റിലീസ് ചെയ്ത ഏറ്റവും പുതിയ ചിത്രമാണ് ബാഗ്മതി. മിസ്റ്റർ ക്ലീൻ എന്ന് വിളിപ്പേരുള്ള ഈശ്വർ പ്രസാദ് എന്ന മന്ത്രിയെ കൊടുക്കാൻ കേന്ദ്രത്തിലെ സർക്കാരും CBIയും ചേർന്ന് കെണിയൊരുക്കുന്നു. മന്ത്രിയുടെ മുൻ പേഴ്സണൽ സെക്രട്ടറിയും കാമുകനെ വെടിവെച്ചു കൊന്ന കേസിൽ ജയിലിൽ കഴിയുന്ന ചഞ്ചല എന്ന IAS ഉദ്യോഗസ്ഥയെ ചോദ്യം ചെയ്ത് മന്ത്രിക്കെതിരെ തെളിവുണ്ടാക്കുന്നതിന് വേണ്ടി CBI ബാഗ്മതി എന്ന പ്രേതകൊട്ടാരത്തിൽ എത്തിക്കുന്നു. ചോദ്യം ചെയ്യലിനിടെ അവിടെ ഉണ്ടാവുന്ന സംഭവ വികാസങ്ങളാണ് ചിത്രം പറയുന്നത്. പ്രേതത്തിൽ തുടങ്ങി പ്രേതത്തിൽ തന്നെ അവസാനിക്കുകയാണ് സിനിമ. ഇതിന് ശക്തി കൂട്ടാൻ മിനിറ്റിന് ട്വിസ്റ്റുകളുടെ പെരുമഴ തന്നെ സംവിധായകൻ സൃഷ്ടിക്കുന്നു. വർത്തമാനകാലത്തിൽ കഥ പറഞ്ഞുകൊണ്ട് നിൽക്കെ പെട്ടെന്ന് ഭൂതകാലത്തിലേക്ക് പോവുകയും അതുപോലെ തിരികെ വർത്തമാനകാലത്തിലും എത്തുന്ന ഒരുതരം എഴുത്തുരീതിയാണ് ചിത്രം പിന്തുടർന്നിരിക്കുന്നത്. തെലുങ്ക് സിനിമകളുടെ മുഖമുദ്രയായ അതിശയോക്തി ഇത്തിരി കൂടുതലായി തന്നെ സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ചില അവസരങ്ങളിൽ ഹൊറർ വിട്ട് സാമൂഹ്യ, രാഷ്ട്രീയ, ബിസിനസ് പ്രമേയത്തിലേക്ക് സിനിമ കടക്കുന്നുണ്ട്. രണ്ടാം പകുതി മുഴുവൻ ട്വിസ്റ്റുകളുടെ ഘോഷയാത്രയാണ്. ഒറ്റവരി കഥയോടൊപ്പം പുരാതന കാലത്തെ പ്രേതകഥ കൂടി ചേർത്ത് വലിച്ചു നീട്ടിയെടുത്തതാണ് ഈ സിനിമയെന്ന് ഒറ്റവാചകത്തിൽ വിശേഷിപ്പിക്കാം. ചിത്രത്തിൽ എടുത്തു പറയാവുന്ന പ്രകടനം അനുഷ്ക അവതരിപ്പിക്കുന്ന ചഞ്ചല IAS ആണ്. പുരാതന കാലത്തെ പ്രേതമായി അനുഷ്ക കസറിയിട്ടുണ്ട്. എന്നാൽ അവരുടെ മികച്ച കഥാപാത്രമാണിതെന്ന് ഒരിക്കലും പറയാനാവില്ല. CBI ജോയിന്റ് ഡയറക്ടറായി എത്തുന്ന ആശ ശരത്ത് പ്രേതകഥയ്ക്ക് മുന്നിൽ ചൂളുന്നത് കാണാം. അഴിമതിക്കാരനായ മന്ത്രിയുടെ വേഷത്തിലെത്തുന്ന ജയറാം തിളങ്ങുന്നുണ്ട്. എങ്കിലും കുറച്ചധികം അതിഭാവുകത്വം ജയറാമിന്റെ കഥാപാത്രത്തെ മൂടിക്കിടപ്പുണ്ട്. നായകതുല്യ വേഷത്തിലെത്തുന്ന ഉണ്ണി മുകുന്ദന് പക്ഷെ കാര്യമായി ഒന്നും ചെയ്യാനില്ല. ശുഭിത യൗവനമാണെങ്കിലും അത് വേണ്ട രീതിയിൽ ഉണ്ണിക്ക് ഉപയോഗിക്കാനായിട്ടില്ല. അതിനാൽ തന്നെ പ്രകടനം ശരാശരിയിൽ മാത്രം ഒതുങ്ങുന്നു. ചിത്രത്തിന്റെ പശ്ചാത്തല സംഗീതം പ്രേക്ഷകരെ കിടിലം കൊള്ളിക്കും.